ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഇയ്യോബ് 16 അധ്യായം 19 20 വാക്യങ്ങൾ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. കഷ്ടനഷ്ടങ്ങളുടെയും വേദനകളുടെയും നടുവിൽ ജീർണിച്ചു പോകുന്ന മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് ഈ അധ്യായങ്ങളിൽ ഇയ്യോബ് പറയുന്നത്. എന്നാൽ കഠിനമായ കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ദൈവത്തിലുള്ള വലിയ പ്രത്യാശയും കാത്തിരിപ്പും ഇയ്യോബിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഈ ഭാഗത്ത് മരണത്തിനപ്പുറമുള്ള പ്രത്യാശയും ദൈവത്തിന് മനുഷ്യരോടുള്ള ആഴമായ ബന്ധവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സംഭവത്തിൽ നിന്നും ചില ചിന്തകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, കഷ്ടതയിൽ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്നത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. അതിനു കാരണം ഇയ്യോബ് തന്നെ പറയുന്നു. 14 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു എന്ന്. തുടർന്ന് ഇയ്യോബ് പറയുന്നത് മനുഷ്യൻ ഒരു പൂ പോലെ വിടരുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്ന്. എന്നാൽ 14 വാക്യത്തിൽ ഇയ്യോബ് ചോദിക്കുന്നു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന്. ഇതൊരു നിരാശയുടെ ചോദ്യമല്ല, മറിച്ച് പുനരുദ്ധാനത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഈ ഭൂമിയിലെ ജീവിതം എന്നത് അതികഠിനമായ സൈനിക സേവനം പോലെയാണ്. എന്നാൽ ഒരു വിശ്വാസിക്ക് ഈ പോരാട്ടത്തിനൊടുവിൽ ഒരു വലിയ വിടുതൽ ദൈവത്തിൽ നിന്നും ലഭിക്കും. അതൊരു വലിയ പ്രത്യാശയാണ്. ഇവിടെ 14 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ പറയുന്നു, നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും, നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും എന്ന്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് തൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് ഒരു പ്രത്യേക താല്പര്യവും വാത്സല്യവും ഉണ്ട്. അതിനാൽ ദൈവം നമ്മെ ഒരിക്കലും മറന്നു കളയുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടുകളും അഥവാ നാം കടന്നു പോകുന്ന കഷ്ടതകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ സാന്നിധ്യം നാം എപ്പോഴും തിരിച്ചറിയുക. രണ്ടാമതായിട്ട്, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുക. ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നേക്കാം. എന്നാൽ അവിടെയും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കായി ഇന്നും ഉണ്ട്. അത് നന്നായി മനസ്സിലാക്കിയ ഇയ്യോബ് 16 അധ്യായം 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്ന്. ഇതൊരു വലിയ പ്രത്യാശയാണ്. മനുഷ്യരുടെ വിധിയേക്കാൾ വലുത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. തൻ്റെ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ തനിക്ക് ലഭിക്കാതിരുന്ന പ്രത്യാശ ദൈവത്തിങ്കൽ നിന്ന് തനിക്ക് ലഭിക്കുന്നു. അതിനാൽ നാമം ഉറക്കെ പറയേണ്ട ഒരു വാക്യം അഥവാ മറന്നു പോകാതിരിക്കേണ്ട ഒരു സത്യം ഇതാണ്: ഇപ്പോഴും നമ്മുടെ സാക്ഷി സ്വർഗത്തിലും നമ്മുടെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്നത്. പ്രിയമുള്ളവരെ, ഇയ്യോബിനെ പോലെ നമുക്കും അത് ചേർന്ന് പറയാം. എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒരു പുതിയ ദിവസം കൂടെ ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ അവിടെയും പ്രവർത്തിക്കുവാനായിട്ട് കഴിവുള്ള ഒരു ദൈവമാണ് എന്നോട് കൂടെ ഉള്ളതെന്ന് മനസ്സിലാക്കി ഈ ലോകത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.